കാണാതായ തൊടുപുഴ സ്വദേശിയുടെ മൃതദേഹം ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻ ഹാളിൽ കണ്ടെത്തി. തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ വ്യാഴാഴ്ച പുലർച്ചെ മുതലാണ് കാണാതായത്. സംഭവത്തിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് തൊടുപുഴ ചുങ്കം സ്വദേശിയായ ബിജുവിനെ കാണാതായത്. സംഭവത്തിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം 3 പേർ കസ്റ്റഡിയിലായി. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലയന്താനിയിലെ ഗോഡൌണിലെ മാൻഹോളിൽ മൃതദേഹം കണ്ടെത്തിയത്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു. എറണാകുളത്ത് നിന്ന് കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചത്. ബിജുവിന്റെ വീടിന് സമീപത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. പുലർച്ചെ ശബ്ദം കേട്ടിരുന്നതായി സമീപവാസികളും പോലീസിന് വിവരം നൽകിയിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ വസ്ത്രവും ചെരുപ്പും കണ്ടെടുത്തു. തുടർന്ന് ബിജുവിന്റെ ബന്ധുക്കളുമായി അന്വേഷണം നടത്തി. കലയന്താനി സ്വദേശിയായ ബിജുവിന്റെ പഴയ ബിസിനസ് പങ്കാളിയുമായി ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചു. എന്നാൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ളവരിൽ കൊട്ടേഷൻ സംഘങ്ങളുമുണ്ട്. മാൻഹോളിൽ മൃതദേഹം ഒളിപ്പിച്ചുവെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബിജു ജോസഫിന്റെ ബോഡി തിരിച്ചറിഞ്ഞ് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നാണ് അറിഞ്ഞത് ബിജു ജോസഫാണ് മരിച്ചതെന്ന്. പോലീസ് 1-ാം പ്രതിയെ ഇവിടെ അറസ്റ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട്. 4 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സാമ്പത്തികമായ എന്തോ വിഷയങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടത്. മറ്റു കാര്യങ്ങളൊന്നും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോഡി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബോഡി വളരെയധികം ചീർത്തിട്ടുണ്ട്. അത്ര മാത്രമല്ല, ബാക്കിയെല്ലാം പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം എന്നാണ് അറിയാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.